എന്നുള്ളതാണ്. വലിയ നിരാശയുണ്ട് നമുക്ക് വിനേഷ് ഫോഗട്ടിന് മെഡൽ ലഭിക്കാതെ പോയത്, അല്ലെങ്കിൽ അയോഗ്യത കൽപ്പിച്ച സമയത്ത്. പക്ഷേ ഇന്ന് ഗുസ്തിയിൽ മറ്റൊരു മെഡൽ പോരാട്ടം നടക്കുന്നുണ്ട്. ഗുസ്തി 57 കിലോ പുരുഷ വിഭാഗത്തിൽ അമൻ സെഹ്റാവത്ത് ഇന്ന് വെങ്കല പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. പുവർട്ടോറിക്കോയുടെ ഡാരിയൻ ക്രസ്സാണ് എതിരാളി. ഫൈസ് വീണ്ടും ചേരുകയാണ്. ഫൈസ്, ഗുസ്തിയിൽ പറയത്തക്ക നേട്ടമൊന്നും നമുക്കുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഈ അമൻ സെഹ്റാവത്തിന്റെ ഒരു മത്സരം എത്രമാത്രം നമ്മൾ പ്രതീക്ഷ വെക്കണം? മഹേഷ്, ഗുസ്തിയിൽ നമുക്കുള്ള അവസാന പ്രതീക്ഷയാണ് അമൻ സെഹ്റാവത്ത്. ഇന്ന് നടക്കുന്ന വെങ്കല പോരാട്ടത്തിൽ അമൻ വെങ്കല മെഡൽ നേടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ പ്രീ ക്വാർട്ടറിലും ക്വാർട്ടറിലും മികച്ച പ്രകടനം നടത്തിയിട്ടാണ് സെഹ്റാവത്ത് സെമിയിലെത്തിയത്. പക്ഷേ ഇന്നലെ ജപ്പാന്റെ ലോക ചാമ്പ്യനായ ജപ്പാൻ താരത്തോട് നേരിട്ടുള്ള സെറ്റ്, അതായത് 10-0 സെഹ്റാവത്തിന് പരാജയപ്പെടേണ്ടി വന്നു. പക്ഷേ സെഹ്റാവത്ത് പ്രീ ക്വാർട്ടറും ക്വാർട്ടറും ജയിച്ചത് ഇതുപോലെ ഏകപക്ഷീയമായി ആധികാരികമായി 2 ജയങ്ങൾ കൊണ്ടാണ് സെഹ്റാവത്ത് സെമിയിലെത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ആദ്യ മത്സരത്തിൽ അൽബേനിയയുടെ അബക്കറോവിനെ 12-0 ക്വാർട്ടറിൽ തോൽപ്പിച്ചത്. അതിനു മുന്നേ പ്രീ ക്വാർട്ടറിൽ യൂറോപ്യൻ ചാമ്പ്യനായ വൽദിമിൻ എഗ്രോവിനെ 10-0 തോൽപ്പിച്ചത്. അതായത് 12-0-ന്റെയും 10-0-ന്റെയും 2 ആധികാരിക ജയങ്ങൾ സ്വന്തമാക്കിയാണ് സെഹ്റാവത്ത് സെമിയിലെത്തിയത്. പക്ഷേ ഇന്നലെ 6 മിനിറ്റാണ് ഗുസ്തിയിൽ 6 മിനിറ്റ് മത്സരമാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ 2 മിനിറ്റ് കൊണ്ട് തന്നെ സെഹ്റാവത്തിന്റെ പരിചയസമ്പത്തിന്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ഈ ലോക ചാമ്പ്യനായ ജപ്പാൻ താരത്തിന്റെ പരിചയസമ്പത്ത് കൊണ്ടോ പക്ഷേ 10-0 സെഹ്റാവത്തിന് ഇന്നലെ മത്സരം പിടിവിടേണ്ടി വന്നു. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ തീർച്ചയായും സെഹ്റാവത്ത് തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും സെഹ്റാവത്ത് അങ്ങനെ മെഡൽ നേടുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. മഹേഷ്, ഗോദയിൽ ഒരു മെഡൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അമൻ സെഹ്റാവത്ത് ഇറങ്ങുന്നു ഇന്ന് രാത്രി വെങ്കല മെഡൽ പോരാട്ടം.